നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ് മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഒക്കെ നടക്കുന്നത്. നമുക്കറിയാം, പുഴകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അവിടെ രൂപപ്പെട്ട പുഴയെ കേന്ദ്രീകരിച്ച് തന്നെയാണ് പരിശോധന ഉൾപ്പെടെ നടക്കുന്നത്. ഇനിയും കുറേ അധികം പേർ കുടുങ്ങിക്കിടക്കുകയാണ് എന്നുള്ളത് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാ സംവിധാനങ്ങളും പരമാവധി ഉപയോഗിച്ചുകൊണ്ട് സൈന്യവും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അവിടുത്തെ പ്രദേശവാസികളും ടീമായി തിരിഞ്ഞുകൊണ്ട് തന്നെയാണ് ഓരോ പ്രദേശങ്ങളിലും അവിടെ തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇതിനോടകം തന്നെ മുണ്ടക്കൈയിലും അതുപോലെ ചൂരൽമലയിലും സന്ദർശനം നടത്തി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഇവിടെ തന്നെ തമ്പടിച്ച് എല്ലാ നിർദ്ദേശങ്ങളും നൽകി ഏകീകരണ പ്രവർത്തനവുമായി നിൽക്കും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ വീണ്ടും അദ്ദേഹം വിളിക്കുന്നുണ്ട്. കൃത്യമായും കൂടുതൽ സൈന്യത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കൃത്യമായി അറിയിക്കുന്നുണ്ട്. നമുക്കറിയാം, ബെയിലി പാലം തുറന്ന് കൊടുത്തത് അത് വലിയ ആശ്വാസകരമായ കാര്യമാണ്. രക്ഷാദൗത്യങ്ങൾക്കും അതുപോലെ തന്നെ സഞ്ചാരത്തിനും വളരെ എളുപ്പമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകണമെങ്കിൽ അത് നിർബന്ധമായിരുന്നു. പുതിയ ഒരു പാലം വരുന്നത് വരെ ആ പാലത്തിന് കൃത്യമായും കാര്യക്ഷമതയുണ്ട് എന്ന് ആ പാലം തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല, മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഈ സംഭവങ്ങൾ, ഈ നാശനഷ്ടമുണ്ടാകുന്നതിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന മുട്ടാത്തർക്കം ഒരു രീതിയിലും അനുവദനീയമല്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. ഇത് ദേശീയ ദുരന്തം തന്നെയാണ്, ഒരു സംശയവുമില്ല. അതിനകത്ത് രാഷ്ട്രീയം കളിച്ച് BJP കൃത്യമായും അവിടെ ജനങ്ങൾക്ക് കിട്ടേണ്ട ആശ്വാസകരമായ പാക്കേജിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. മനഃപൂർവ്വം കേന്ദ്ര ഗവൺമെൻറ് നൽകില്ല എന്ന് ശാഠ്യം പിടിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇവിടെ നിന്ന് ജയിച്ചു പോയ ഏക MP ആയ സുരേഷ് ഗോപി പുറംതിരിഞ്ഞ് നിൽക്കുന്ന കാഴ്ചയാണ് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഹങ്കാരത്തിൻ്റെ മൂർത്തിമത് ഭാവത്തിലേക്ക് അദ്ദേഹം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ജയിച്ചു കഴിഞ്ഞതിന് ശേഷം ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയുമില്ല എന്ന രീതിയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ വാക്ക്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും അദ്ദേഹത്തിൻ്റെ സംസാരവും വെവ്വേറെയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മൃതദേഹങ്ങൾ അടിഞ്ഞുകൂടുമ്പോഴും മരണസംഖ്യ കുത്തനെ ഉയരുമ്പോഴും അദ്ദേഹത്തിന് ഇതൊന്നും ബാധകമല്ല എന്ന രീതിയിലുള്ള സംസാരമായിരുന്നു. ഓരോ ചോദ്യങ്ങൾക്കും കേന്ദ്രം കൊടുക്കേണ്ട സഹായം എത്തേണ്ട സമയമായിട്ടില്ല എന്ന് പറയുന്ന ഇത്തരത്തിലുള്ളവരെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് എന്ന് ജനങ്ങൾക്ക് അറിയില്ല. അത്രയധികം ദുരിതം അനുഭവിക്കുകയാണ്. പ്രിയങ്കയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുന്ന ദൃശ്യങ്ങൾ അത് സമൂഹ മാധ്യമങ്ങൾ ഇതിനോടകം തന്നെ എന്തുമാത്രം പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ജനങ്ങൾക്ക് ആശ്വസിക്കാൻ ഒന്നും തന്നെ ബാക്കിയില്ല. പല കുടുംബങ്ങളും ഒലിച്ചു പോയി കഴിഞ്ഞിരിക്കുന്നു. കുടുംബങ്ങളെന്ന് പറയുമ്പോൾ പല കുടുംബങ്ങളും അനാഥമായി കഴിഞ്ഞിരിക്കുന്നു. ഓരോ കുടുംബങ്ങളിലും ഒന്നോ രണ്ടോ പേർ ബാക്കി ജീവനോടെയുള്ള ഏറ്റവും ദുർഘടം പിടിച്ച സാഹചര്യം. ഇതിലൊക്കെ തെല്ലൊരു ആശ്വാസം നൽകാനാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലം കൂടിയായിരുന്നു അദ്ദേഹം. ഒഴിഞ്ഞെങ്കിൽ പോലും ഇപ്പോഴും അദ്ദേഹം അവിടുത്തെ MP ആയി തന്നെയാണ്. തൻ്റെ പിതാവ് രാജീവ് ഗാന്ധി മരിച്ച അതേ വേദന തന്നെയാണ് തൻ്റെ കുടുംബാംഗങ്ങൾ നഷ്ടപ്പെടുമ്പോൾ അദ്ദേഹത്തിനുള്ളത് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇതിനോടകം തന്നെ മരണസംഖ്യ 339 കഴിഞ്ഞിരിക്കുന്നു. 250-ലേറെ പേരെ ഇപ്പോഴും കാണാനില്ല, കാണാമറയത്താണത്. തീർച്ചയായും മരണസംഖ്യ ഉയരുന്ന സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പോഴും കേന്ദ്രം കാണിക്കുന്ന അലംഭാവത്തിനോട് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നു, ഞാൻ ഇവരുടെ അവകാശങ്ങൾ നേടിയെടുത്തിരിക്കും, അതിനേതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകുമെന്ന് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്.